ഹലോ, അസ്സാം വലൈക്കും സർ. എൻ്റെ പേര് ഷഹർബാനാണ്. തൃശ്ശൂരാണ് എൻ്റെ വീട്. ഞാൻ സ്വിസിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ബാക്കിംഗ് എന്താണെന്ന് പോലും അറിയാതെ സ്വിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാ, ഞാനതിൽ ചേരുന്ന സമയത്ത് എനിക്ക് ബാക്കിംഗ് എന്താണെന്നോ എന്താണ് ഇതെന്നോ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. പക്ഷേ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൽ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഒരു 35 ഷോപ്പോളം എനിക്ക് ഡെലിവറി ഉണ്ട്. ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിട്ട് ഒരു 35 ഷോപ്പിലേക്ക് ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. പോരാത്തതിനും അത്യാവശ്യം കാറ്ററിംഗ് വർക്കുകൾ എടുക്കുന്നുണ്ട് കേക്കിൻ്റെ. അതുകൂടാതെ തന്നെ കസ്റ്റമർ ഓർഡർ ഉണ്ട്, വെഡിങ് ഓർഡർ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നിൽക്കുന്ന സമയം, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ സീസിനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ എന്താ പറയണ്ടേ എനിക്കറിയില്ല. ഞാനിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് സാറിന് വിടുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ കഷ്ടപ്പെട്ടാണ് സാറിൻ്റെ നമ്പർ കണ്ടെത്തിയത്. അപ്പോൾ വിടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നെ കൈരളി ചാനലിൽ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു, ബാക്കിംഗ് ക്വീൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ലക്ഷ്മി മാം ആയിരുന്നു അതിൽ എല്ലാവരും സെലക്ട് ചെയ്തിരുന്നത്. ലക്ഷ്മി മാം ആണ് അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന് എല്ലാവർക്കും ഇത് കൊടുത്തിരുന്നത്. കൃഷ്ണ സാറും ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അവിടെ 24 പേരാണ് പങ്കെടുത്തിരുന്ന പ്രോഗ്രാമിൽ. അതിലെനിക്ക് ഫസ്റ്റോ സെക്കൻഡോ ഒന്നും ആവാൻ കഴിഞ്ഞില്ലെങ്കിലും, കാരണം അവിടെ മത്സരത്തിന് വന്നവരെല്ലാവരും 10 വർഷത്തെയും 12 വർഷത്തെയും എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. ബാക്കിങ്ങിൽ ടീച്ചേഴ്സായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ മേഖലകളിൽ തന്നെ മേഖലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ വെറും ഈ കുറഞ്ഞ കാലം കൊണ്ട് പഠിച്ചെടുത്ത് എനിക്ക് എന്താ പറയുക, അതുപോലൊരു പ്ലാറ്റ്ഫോമിലൊക്കെ ചെന്ന് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. ഈ ദുനിയാവിലേക്ക് കിട്ടാവുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെ പറയാം. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെതായ സർട്ടിഫിക്കറ്റ് 4 റൗണ്ടുകളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ 2 റൗണ്ടിൽ വിന്നറാവാൻ കഴിഞ്ഞു. മാഷാ അല്ലാഹ്.